രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിൽ നിന്നുമുള്ള ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കി. ബിജെപിക്കെതിരെയും RSSനെതിരെയുമുള്ള പരാമർശങ്ങളും നീക്കി. ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും ആക്രമണത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നുവെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതിനെതിരെ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്ന മറുപടി നരേന്ദ്രമോദി നൽകിയിരുന്നു. രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യ മന്ത്രിയുമടക്കം സ്പീക്കറോട് പിന്നീട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സഭാരേഖകളിൽ നിന്ന് പരാമർശം നീക്കിയത്. ഇവ കൂടാതെ BJP, RSS എന്നിവർക്കെതിരായ പരാമർശങ്ങളും നീക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഇന്ന് മറുപടി പറയാനിരിക്കെയാണ് പരാമർശങ്ങൾ നീക്കിയത്. കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ലോക്സഭയിൽ അഴിച്ചുവിട്ടത്. വിദ്വേഷവും വെറുപ്പും തെറ്റുകളും പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ലോക്സഭയിൽ രാഹുൽ ശിവന്റെ ചിത്രം ഉയർത്തിയ രാഹുൽ എന്നാൽ BJP ഇക്കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും കടന്നാക്രമിച്ചു. ധൈര്യത്തെക്കുറിച്ചാണ് എല്ലാ മതത്തിലും പരാമർശിക്കുന്നത്. ഭയരഹിതനായിരിക്കണമെന്നാണ് സിഖിസത്തിലും ഇസ്ലാമിസത്തിലും പറയുന്നതെന്നും രാഹുൽ പരാമർശിച്ചു. എന്നാൽ ശിവന്റെ ചിത്രം ഉയർത്തിയത് സ്പീക്കർ ഓം ബിർള എതിർത്തു. പ്ലക്കാർഡുകൾ ഉയർത്തുന്നത് റൂൾസിന് എതിരാണെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരെ നിരന്തരം ആസൂത്രിതമായ ആക്രമണം നടത്തുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തുനിൽക്കുന്ന വ്യക്തികൾ എന്നിവർക്കെതിരായി ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുണ്ട്. ഞങ്ങളിൽ പലരും ആക്രമിക്കപ്പെട്ടു. ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വികേന്ദ്രീകരണത്തെ എതിർത്തവരും ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൽകിയ സർക്കാർ ഉത്തരവിൽ ഞാനും ആക്രമിക്കപ്പെട്ടു. ഇതിൽ ഏറ്റവും ആസ്വാദകരമായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 55 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചെന്നും ഹിന്ദുക്കൾ ആക്രമണകാരികളാണെന്ന പരാമർശം ഗുരുതരമാണെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആവശ്യപ്പെട്ടിരുന്നു.